ഹലോ അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ നീച്ച സമയത്ത് കുറച്ച് വൈകിട്ടാട്ടോ നീച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈസൊക്കെ നീച്ച് രാവിലത്തെ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് ഓൻ എന്താ ടീക്കണ്. ഞങ്ങളവിടെ ഒരു കുട്ടി ഓൻ്റെ ഒപ്പം പഠിച്ച് തന്നെയാണ് ചെറിയൊരു കട പോലെ തുടങ്ങിക്കിട്ടോ വെക്കേഷൻ ആയതുകൊണ്ട്. അപ്പോൾ അവിടെ പോയിരുന്നു നിൽക്കണോന്. ഇമ്മാനോട് പറഞ്ഞിട്ടാണ് വെയ്ക്കണത്. ഞാൻ നീച്ചപ്പോൾ കാണുന്ന കാഴ്ചതാട്ടോ അവിടെ പോയിരിക്കണ്. പിന്നെ അപ്പമ്മനോട് പറഞ്ഞേക്കണ് മമ്മ നീച്ചിനല്ലേ പറയുണ്ടോ, ഞാൻ അവിടെ പോകണം, ഇവിടെ വെറുതെ ഇരിക്കണ്ടേന്ന് പറഞ്ഞിട്ട് പോയിക്കട്ടോ. ഇവിടെ എനിക്ക് കളിച്ചാനൊന്നും ആരും ഇല്ലാത്തതുകൊണ്ട് പിന്നെ മിന്നു എന്ന് ഉണ്ടായിരുന്നത്. ഓളിപ്പോൾ വലിയ കുട്ടിയായി. അതേപോലെ തന്നെ അനിയന്മാരും ഓൻ്റെ എല്ലാ കളിക്കും നിന്നീന്നു ആദ്യം. ഇപ്പോൾ ഓല് പുറത്ത് പോവും. അപ്പോൾ ഓനിക്ക് ഇവിടെ ആരുമില്ല. അപ്പോൾ എനിക്ക് ആരും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഫ്രണ്ട്സും കാര്യങ്ങളൊന്നും ആരും ഇല്ലാത്തതുകൊണ്ട് തന്നെ എനിക്ക് ഇവിടെ വരുന്നത് അത്ര ഇഷ്ടമല്ല. ഇപ്പോൾ അവിടെയാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സ് കാര്യങ്ങൾ പോവുക, കളിച്ചായിരിക്കുക, അങ്ങനെയൊക്കെ ആകുമ്പോൾ എനിക്ക് ആ ഒരു ഇത് എനിക്ക് നല്ലോണം ഇവിടെ വന്ന ഒറ്റപ്പെടൽ ഉണ്ട്. ഞാൻ വീഡിയോ എടുക്കണതൊന്നും ഓന് കാണില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഞാൻ ഇവിടെ വന്നിട്ട് കാണിച്ചു കൊടുക്കുക ഞാൻ വീഡിയോ എടുത്തുക്കണു എന്നുള്ളത്. ഓനെന്താ കാട്ടണമെന്നുള്ളത് ഇങ്ങനെ നോക്കട്ടെ. ഞാൻ ആ ഒരു സമയത്ത് അനിയന് പുറത്ത് പോകണ പറഞ്ഞ് ഓൻ പോയി. സമയം ഇപ്പോൾ ഏകദേശം ഒരു 10-10:30 അയക്കണ സമയം. ഇമ്മയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഇല്ല, ഉമ്മ പുറത്ത് വയ്ക്കാണ്. പിന്നെ അനിയത്തിയില്ല. അപ്പോൾ ഉമ്മ പറഞ്ഞ് ചോറ് നോക്കുകൊണ്ട് പറഞ്ഞു. അപ്പോൾ അത് ചോറ് ഇങ്ങനെ ഊറ്റിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഏകദേശം ഞാൻ എൻ്റെ വീട്ടിൽ വന്നിട്ട് ഒരു 7-8 ദിവസമൊക്കെ ആയിട്ടോ. പിന്നെ 2 ദിവസം കഴിഞ്ഞാൽ മദ്രസും തുറക്കാനായി, പോവാനായി. സത്യം പറഞ്ഞാൽ എത്ര പെട്ടെന്ന് പിന്നെ ദിവസങ്ങൾ പോയതെന്ന് തന്നെ അറിഞ്ഞില്ല കേട്ടോ. ഒരാഴ്ച ഞാൻ വന്ന് നിന്നു എന്നുള്ളത് പെട്ടെന്ന് പോയ പോലെ തോന്നി എനിക്ക്. ഇനിയിപ്പോൾ പഴയ പോലെ സ്കൂൾ എന്തായാലും ഇല്ല, മദ്രസ് പിന്നെ ഇവിടെ നിന്ന് ഇപ്പോൾ എന്തായാലും പോകണമല്ലോ. അപ്പോൾ ആ ഒരു സങ്കടവും കാര്യങ്ങളൊക്കെ നല്ല ടെൻഷനും കാര്യങ്ങളൊക്കെ നല്ലോണം ഉണ്ട് കേട്ടോ. എന്താണെങ്കിലും ഇത്രയും ദിവസം ഇവിടെ നിന്നതല്ലേ, അപ്പോൾ നല്ല സങ്കടവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇമ്മ ഏതായാലും ഇവിടെ ഇല്ല. അപ്പോൾ ഉമ്മ കൂടുതൽ ജോലിയൊന്നും ഇവിടെ ചെയ്യല്ല. ഉച്ചക്കുള്ള ഫുഡും കാര്യങ്ങളും ചോറയിക്കണ്. ഇപ്പം ഞാൻ ഊറ്റി വെച്ചു. പിന്നെ കൂട്ടാനും കാര്യങ്ങളും ഉമ്മ കൊടുന്നിട്ട് വേണം. ഒരനിയന് വർക്കിന് ബൈക്കാണ്, ഓനും ഇവിടെ ഇല്ല. പിന്നെ ഉമ്മാൻ്റെ കൂടെ മിന്നും ബൈക്കണ്. ഹെസമോൾ അവിടെ കളിച്ചിട്ടുണ്ട്. ഞാനപ്പോൾ എന്ത് ചെയ്തു, അടിച്ചു വരാൻ വേണ്ടി നിന്നിട്ടോ. അടിച്ചൊരു തുടക്കട്ടെ വിചാരിച്ചു. സത്യം പറഞ്ഞാൽ ഈ വെക്കേഷൻ എവിടേക്കെങ്കിലും പോകണം എന്നൊക്കെ വിചാരിച്ചിട്ടാട്ടോ ഞാൻ അവിടുന്ന് പോകുന്നത്. എവിടെയെങ്കിലും പോകണം എന്ന് വിചാരിച്ചിട്ടുണ്ട്. പക്ഷെ ഓരോ ദിവസവും ഈ ചൂടും വെയിലൊക്കെ കാരണം എവിടേക്കും പോകാനും തോന്നിയില്ല. പിന്നെ ബസ്സിൽ പോകുക എന്ന് പറഞ്ഞാൽ അതും എനിക്കിപ്പോൾ ചെറിയ റിസ്ക്കുള്ളൊരു പരിപാടിയായിട്ട് തോന്നി. എപ്പോഴും ഇപ്പോൾ സ്കൂട്ടിമ്മ പോയി ശീലമായിട്ട് അങ്ങനെ പോകാനാണ് എനിക്ക് ഇഷ്ടം. പക്ഷേ എനിക്ക് കൂടുതൽ സ്കൂട്ടി കൊണ്ട് പോകാനുള്ളൊരു പെർമിഷൻ ഇല്ല. കുറച്ച് ദൂരത്തേക്ക് മാത്രം പോകാനല്ലേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ കൂടുതൽ സ്ഥലങ്ങൾക്കൊന്നും പോകാൻ പറ്റില്ല. ഇസോ പറയുന്നുണ്ട് മദ്രസ തുറക്കാനായി എവിടേക്കെങ്കിലും പോവുക, ഇനിയിപ്പോൾ എപ്പോഴാണ് പോവുക എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ എന്തായാലും ഞാൻ പറഞ്ഞു നമുക്ക് എവിടേക്കെങ്കിലും പോവാന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ അടുത്തുള്ളതാണ് കൊടുത്തിമല. ഞാൻ അവിടേക്ക് സത്യം പറഞ്ഞാൽ പോയിക്കണു, പകുതി വെച്ചിട്ടും കടനെ പോയി നിൽക്കണ്. അത് മുഴുവനായിട്ട് അതിൻ്റെ മുകൾക്ക് കയറിയിട്ടില്ല. അനിയന് വർക്ക് കഴിഞ്ഞ് വന്നപ്പോൾ ഒരു 4 മണി ഒക്കെ ആയിക്കണം ഏകദേശം. അപ്പോൾ ഓൻ പറഞ്ഞു എന്നാൽ ഞാൻ കൊണ്ടാക്കി തരാം 2 ആളെ. പിന്നെ ഞാനും ഇസും കുട്ടി അങ്ങനെ ഒരു സ്കൂട്ടിമ്മ അങ്ങനെ പോയി. അനിയനും അനിയത്തിയും ഇമ്മയും അങ്ങനെ ഒരു 3 ആൾ ഒരുമിച്ച് പോന്നു. ഞങ്ങളും പിന്നെ മറ്റേ അനിയം ഇല്ല പറഞ്ഞു. ഏകദേശം ഞങ്ങൾ അടുത്തുള്ളൊരു സ്ഥലമാണെന്നുണ്ടെങ്കിലും ഞാനിതുവരെ പോയിട്ട് കണ്ടിട്ടില്ല കേട്ടോ. അതിൻ്റെ മുകൾക്ക് ഞാൻ എത്തിയിട്ടില്ല ഇതുവരെ. അതിൻ്റെ പകുതി വെച്ച് 2 പ്രാവശ്യം പോയിട്ടും എന്തോ ഒരു കാരണം കൊണ്ട് തിരിച്ചു പോരുക കേട്ടോ ചെയ്തത്. അങ്ങനെ ഇന്ന് എന്തായാലും പോകണം, കാണണം എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ അങ്ങനെ പോകുന്നു. നല്ല മഴക്കാറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ അവിടെ എത്തിയ സമയത്ത് ടിക്കറ്റ് എടുക്കാൻ വേണ്ടി നോക്കിയപ്പോൾ 5 മണി വരെ ഉള്ളൂ, ഇനി പോകാൻ പറ്റൂല എന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു പോകുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ താഴത്തേക്ക് തന്നെ പോകുന്നു. അത്രയും കയറ്റം ഞങ്ങൾ കയറിയിട്ടും കാണാൻ പറ്റിയില്ല. ടിക്കറ്റുകൾ തന്നില്ല. പറഞ്ഞിട്ടും കാര്യമില്ല. ഞങ്ങളവിടെ എത്തിയപ്പോൾ 5:30 മണി നിൽക്കണം. അപ്പോൾ ഇപ്പോഴും എനിക്കത് മുഴുവൻ കാണാൻ പറ്റാതെ ഞാൻ അവിടെ നിന്ന് പോകുന്നു കേട്ടോ. ഞാൻ അങ്ങനെ വിചാരിച്ചു എന്തുകൊണ്ട് എനിക്ക് മാത്രം എടുത്തുള്ളൊരു സ്ഥലമാണേനും 2 പ്രാവശ്യം വന്നപ്പോഴും അത് കാണാൻ പറ്റില്ല. ഇപ്പോൾ വന്നപ്പോഴും ഇതേപോലെ തന്നെ ഞങ്ങളങ്ങനെ തിരിച്ചു പോന്നു കേട്ടോ. തിരിച്ചു പോന്നപ്പോൾ അവിടെ ഒരു പാർക്കും കാര്യങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് കയറി. സത്യം പറഞ്ഞാൽ മഴ ആയിട്ട് കയറിയതാണ്. പിന്നെ ആകപ്പാടെ ചടച്ചു കേട്ടോ. പിന്നെ പോയത്
കാര്യം നടന്നില്ല എന്ന് കണ്ടപ്പോൾ ഞങ്ങൾ തിരിച്ചു പോരാൻ വേണ്ടി നിന്നതാ. അങ്ങനെ ലാസ്റ്റ് കാത്തിരുന്നിട്ട് ഇന്ന് മഴയും പെയ്തിട്ടോ. വീട്ടിലുണ്ടാവുന്ന സമയത്ത് ചൂടും കാര്യങ്ങളും ആയ സമയത്തൊന്ന് മഴ പെയ്തിനെങ്കിൽ എന്ന് വിചാരിച്ചു. അപ്പം ഞങ്ങൾ വീട്ടിൽ നിന്ന് പോകുന്നു ഇവിടെ എത്തിയപ്പോഴാണ് മഴ പെയ്യണത്. അവിടേക്കും ഉണ്ടായിരിക്കും വിചാരിച്ചു. ആ സമയത്ത് നല്ല മഴ ചെയ്തിട്ടോ. ഞങ്ങൾ മഴ ആയതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ ഇരുന്നത്. ഈ ഒരു സ്ഥലവും കാര്യങ്ങളൊന്നും ഞാൻ ഇവിടെ കണ്ടിട്ടില്ല കേട്ടോ. പിന്നെ ഓരോരുത്തരിങ്ങനെ പോകുക എന്ന് പറയാന്നല്ലാതെ, പക്ഷെ ഞാനിതുവരെ അങ്ങനെ പോന്നിട്ടില്ല ഇങ്ങോട്ട്. ഞാൻ പറഞ്ഞല്ലോ 2 പ്രാവശ്യം പോയപ്പോഴും ഞാൻ മടങ്ങി പോരുക ചെയ്തത്. അപ്പോൾ ഈ ഒരു പാർക്കും കാര്യങ്ങളൊന്നും ഞാനിപ്പോൾ ഇവിടെ കണ്ടിട്ടില്ല. അപ്പോൾ അതിന് നല്ല രസമുണ്ട് കാണാൻ. നല്ല പിന്നെ മഴയും പാടെ പെയ്തതുകൊണ്ട് തണുപ്പും കാര്യങ്ങളും അത്യാവശ്യം ഉണ്ടായിരുന്നു. ഇവിടെ കുട്ടികൾക്കുള്ള പാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. മഴ പെയ്ത് തോർന്നതുകൊണ്ട് തന്നെ പിന്നെ അതിലൊന്നും കയറാനും ഇരിക്കാനൊന്നും ഞങ്ങൾ നിന്നില്ല കേട്ടോ. ഹെസുമോൾക്ക് ചെറിയ രീതിയിൽ പനിയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു. ഓളാണെന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് നിൽക്കുക, ലിമാൻ്റെ അടുത്ത് നിൽക്കുക, നിലത്തേക്ക് ഇറങ്ങണില്ല. കാരണം ക്ഷീണം ഇങ്ങനെ വരികയാണ് പനിക്കുള്ളത്. ഞാൻ വീഡിയോ എടുക്കുന്ന സമയത്ത് ഓള് വന്നു കേട്ടോ. അനിയത്തി വന്നിട്ട് എന്നോട് ഓളെ ഫോട്ടോ എടുത്ത് തരാൻ പറയുന്നുണ്ട്. അപ്പോൾ ഓൾക്ക് നല്ലൊരു ഫോട്ടോ കാര്യങ്ങളൊക്കെ എടുത്തു കൊടുത്ത് പിന്നെ ഞങ്ങളവിടെ കൂടുതൽ നേരമൊന്നും നിന്നില്ല കേട്ടോ. മഴ തോർന്ന് എല്ലാ ഭാഗങ്ങളൊന്നും ചെറിയ രീതിയിൽ കണ്ട് ഞങ്ങൾ തിരിച്ചു പോകുന്നു. ഞങ്ങൾ കുറച്ചും കൂടി വൈകിക്കഴിഞ്ഞാൽ ഞാൻ കുട്ടികളെയും കൊണ്ടാണ് നിൽക്കുന്നത് സ്കൂട്ടിമേ. അനിയനും ഇമ്മയും മുന്നിൽ പോലെ അങ്ങനെ ഉണ്ട് 2. പക്ഷേ ഇങ്ങോട്ട് പോന്നപ്പോൾ തന്നെ നല്ല റിസ്ക്കും കാര്യങ്ങളും എനിക്ക് തോന്നി. കാരണം പോറ്റിനൊരു വഴിയും കാര്യങ്ങളൊന്നും അല്ലല്ലോ, നല്ല കയറ്റുണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് അവിടുന്ന് പോരാൻ നോക്കി. ഈ ഒരു വീഡിയോ ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണം. ഓക്കെ.